പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത കൊച്ചിയിലെ ദേശീയപാത പദ്ധതിയുടെ ഒന്നാം റീച്ചിൻ്റെ ഉദ്ഘാടനത്തിന് മരുമകൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല, അതുകൊണ്ട് തങ്ങളാരും പങ്കെടുക്കുന്നില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രോദനം ഒന്ന് കേട്ടു. പിണറായി ഒന്ന് ഓർക്കണം, ന്യായക്കേടിൻ്റെ ഒരു പഴയ ചരിത്രമുണ്ട്. കൊച്ചി മെട്രോയ്ക്ക് അന്നും ഇന്നും ഒരൊറ്റ ശില്പിയേ ഉള്ളൂ എന്ന് വ്യക്തമായി അറിയാം പിണറായിക്കും കേരളത്തിലും. ഒരേ ഒരു ഉമ്മൻചാണ്ടി. ഇന്ന് കരയുന്ന LDFനെ കാണുമ്പോൾ എങ്ങനെ അന്നത്തെ ഉമ്മൻചാണ്ടിയെ ഓർക്കാതിരിക്കുമെന്നാണ് കേരളം ചോദിക്കുന്നത്. 2011 മൻമോഹൻ സിംഗ് സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ കൊച്ചി മെട്രോയുടെ DPR തയ്യാറാക്കി. പണി തുടങ്ങി 5 വർഷം കൊണ്ട് ആലുവ മുതൽ വൈറ്റില വരെ കൊച്ചി മെട്രോയുടെ ഗർഡറും പില്ലറും സ്റ്റേഷനും വരെ 99% പൂർത്തീകരിച്ചാണ് 2016 ഉമ്മൻചാണ്ടി സർക്കാർ ഇലക്ഷനെ നേരിട്ടത്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി പൂർത്തിയാകാത്ത ആ പദ്ധതി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തതേയില്ല. മുട്ടംയാർഡിൽ ഉമ്മൻചാണ്ടി ട്രയൽ റൺ വരെ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി മെട്രോയുടെ പുതിയ കോച്ചുകൾ ഹോളണ്ടിൽ നിന്നും എത്തിച്ചേരാനുള്ള സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇച്ചിരി വൈകി. ആലുവ മുതൽ പാലാരിവട്ടം വരെ ഉമ്മൻചാണ്ടി സമയത്ത് അല്ലെങ്കിൽ മെട്രോ സർവീസ് തുടങ്ങുമായിരുന്നു. എന്നിട്ടെന്തായി? 2016 തൊട്ടടുത്ത മാസം പിണറായി അധികാരത്തിൽ വന്ന അടുത്ത മാസം ഉമ്മൻചാണ്ടി സർക്കാർ പണിതു തീർത്ത കൊച്ചി മെട്രോ സ്റ്റേഷനിലേക്ക് ട്രെയിൻ ബോഗി റെഡിയായി. അപ്പോൾ 4 ചെടിച്ചട്ടി വെച്ച് അലങ്കരിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ട പണിയേ പിണറായിക്കുണ്ടായിരുന്നുള്ളൂ. അന്ന് ആ ചടങ്ങിൽ വികസന വിപ്ലവം കൊണ്ടുവന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ഷണിക്കാതെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അല്പത്തരം കാട്ടിയവരാണ് പിണറായി വിജയനും സംഘവും. അന്ന് പിണറായിയും പ്രധാനമന്ത്രി മോദിയും BJP അധ്യക്ഷൻ കുമ്മനവുമായിരുന്നു ചടങ്ങിലെ പ്രമുഖർ. അതാണ് പറയുന്നത്, പഴയ ന്യായക്കേടിൻ്റെ ഒരു ചരിത്രം LDF ഇന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്നും കൊച്ചി മെട്രോയ്ക്ക് ഒരു ശില്പിയേ ഉള്ളൂ, ഒരേ ഒരു ഉമ്മൻചാണ്ടി.